ഇനി നമുക്ക് വേവ്സിലെ പ്ലെയിൻ പ്രോഗ്രസീവ് വേവ് എന്താണെന്ന് നോക്കാം. പ്ലെയിൻ പ്രോഗ്രസീവ് വേവ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ നമ്മൾ കടലിലൊരു തിരമാല കാണുന്ന പോലെ ആ തിരമാല ഇങ്ങനെ മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ മൂവ് ചെയ്യാത്തതായിട്ട് അനുഭവപ്പെടുന്ന വേവും ഉണ്ട്, മൂവ് ചെയ്യുന്നതും ഉണ്ട്, മൂവ് ചെയ്യാത്തതും ഉണ്ട്. മൂവ് ചെയ്യാത്തതിനെയാണ് നമ്മൾ സ്റ്റേഷനറി വേവ് എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ പ്ലെയിൻ പ്രോഗ്രസീവ് വേവിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പിയേഴ്സ് ടു ബി മൂവിങ് ആണ്. ഒന്നാമത്തെ പ്രത്യേകത അപ്പിയേഴ്സ് ടു ബി മൂവിങ്. അത് മാത്രമല്ല, ഈ വേവിൽ നടക്കുന്നത് ഒരു നെറ്റ് എനർജി ട്രാൻസ്ഫർ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ നെറ്റ് എനർജി ട്രാൻസ്ഫർ ഉണ്ട്, അത് സീറോ അല്ല പ്രോഗ്രസീവ് വേവിൽ വരുന്നത്. അപ്പോൾ സ്റ്റേഷനറി വേവ് എന്ന മറ്റൊരു വേവ് നമുക്ക് പഠിക്കാനുണ്ട്. അവിടെ നെറ്റ് എനർജി ട്രാൻസ്ഫർ സീറോ ആയിരിക്കും. അതേപോലെ തന്നെ സ്റ്റേഷനറി ആയിട്ട് നമുക്കത് അനുഭവപ്പെടും. ഇതാണെങ്കിലോ മൂവിങ് ആണ്, അതിന് പുറമെ നെറ്റ് എനർജി ട്രാൻസ്ഫർ ഉണ്ട്, നെറ്റ് മൊമെൻറ്റം ട്രാൻസ്ഫർ ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ബേസിക്കലി നമ്മൾ നെറ്റ് എനർജി ട്രാൻസ്ഫർ പറയുകയാണ്. അടുത്തത് പ്ലെയിൻ പ്രോഗ്രസീവ് വേവിലെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളെ ഓസിലേറ്റർ ഉണ്ടല്ലോ, ആ വേവിനെ പ്രൊഡ്യൂസ് ചെയ്ത വേവ് സോഴ്സ് എന്ന് പറയുന്ന ഓസിലേറ്റർ എങ്ങാനും ഓസിലേറ്റ് ചെയ്യുന്നത് സിമ്പിൾ ഹാർമോണിക് ആയിട്ടാണെങ്കിൽ, അപ്പോൾ ഓസിലേഷൻ പല വിധമുണ്ട്. അത് SHM ആണെങ്കിൽ നമ്മുടെ ഓസിലേറ്റർ, ആ ഓസിലേറ്റർ എന്നുള്ള വാക്കുകൾ എപ്പോഴും ശ്രദ്ധിക്കണം. വേവ് ഉണ്ടാക്കിയ ആളാണ്, അത് ഓസിലേറ്റ് ചെയ്യുന്നത് SHM-ലാണെങ്കിൽ അപ്പം നമ്മൾ ആ വേവിനെ സിമ്പിൾ ഹാർമോണിക് വേവ് എന്ന് വിളിക്കും. അപ്പോൾ എപ്പോഴാണ് നമ്മൾ സിമ്പിൾ ഹാർമോണിക് വേവ് എന്ന് വിളിക്കുന്നത്? ഓസിലേറ്റർ SHM-ലാണെങ്കിൽ അതിനെന്താ വിളിക്കുക? സിമ്പിൾ ഹാർമോണിക് വേവ് എന്ന് വിളിക്കും. അടുത്ത കാര്യം, നമുക്ക് ഇതിൻ്റെ ഒരു പ്ലെയിൻ പ്രോഗ്രസീവ് വേവ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ വേവിൻ്റെ ഫ്രീക്വൻസി, അതേപോലെ തന്നെ വെലോസിറ്റി, അതേപോലെ തന്നെ ആംപ്ലിറ്റ്യൂഡ്, ഇതൊക്കെ കോൺസ്റ്റൻ്റ് ആയിരിക്കും. എ വേവ് വിത്ത് കോൺസ്റ്റന്റ് ഫ്രീക്വൻസി, വെലോസിറ്റി ആൻഡ് ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും ആര്? പ്ലെയിൻ പ്രോഗ്രസീവ് വേവ് വരുന്നത്. ഇതാണ് ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അടുത്തത്, നമുക്ക് ഒരു സിമ്പിൾ ഹാർമോണിക് വേവ് എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്ന് നോക്കാം. ഓസിലേറ്റർ വെച്ചിട്ടാണ് ഞാൻ കാര്യങ്ങൾ പറയുന്നത് കേട്ടോ. ഞാൻ ഇവിടെ ഒരു ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ കയറ് എന്ന് പറയുകയാണ്. കയറ് ഞാൻ ഇങ്ങനെ മുകളിലോട്ട് സ്ട്രെച്ച് ചെയ്തിട്ട് ഇങ്ങനെ താഴോട്ട് കൊണ്ടുവന്നു. ഒരു പ്രാവശ്യം മാത്രമാണ് ചെയ്തതെങ്കിൽ ഇവിടെ ഒരു പൾസ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും. ഇതിപ്പോൾ ഞാൻ എങ്ങോട്ടാണ് ഓസിലേറ്റ് ചെയ്യിച്ചത്? മുകളിലോട്ടാണ്. അങ്ങനെ മുകളിലോട്ടാണെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന പൾസ് എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെ ഒരു പൾസാണ് നമ്മൾ പോകുന്നതായിട്ട് കാണാം. ഓക്കെ, ഞാൻ മുകളിലോട്ട് മാത്രം ഓസിലേറ്റ് ചെയ്ത് അവിടെ തന്നെ കൊണ്ടുവന്ന് നിർത്തി. ഇതാണ് മീൻ പൊസിഷൻ, ഇതാണ് എക്സ്ട്രീം പൊസിഷൻ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പൾസ് ഇതാ ഇങ്ങനെ പോകുന്നുണ്ടാവും. ഇനി അതല്ല, ഞാൻ ആ ബോഡിയെ ഇങ്ങനെ മുകളിലോട്ട് ഓസിലേറ്റ് ചെയ്യിച്ച് താഴോട്ട് കൊണ്ടുവന്ന് താഴോട്ട് പോയി ഇങ്ങനെ ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ തീർത്താൽ ഇവിടെ നമുക്ക് ഉണ്ടായി കിട്ടുന്ന പൾസ് ഇതാ ഇങ്ങനെ ഒരു ഫുൾ പൾസാണ് പോവുക. ഇവിടെ ഞാൻ ഒരു ഓസിലേഷൻ കൊടുത്തിട്ട് അത് നിർത്തി. അങ്ങനെ നിർത്തിയെങ്കിൽ എന്ത് ചെയ്യും? ഒരു പൾസ് മാത്രം ഇങ്ങനെ പോകും. അതല്ല, ഞാൻ ഈ ഓസിലേഷൻ കണ്ടിന്യൂസ് ആയിട്ട് തുടർന്നാൽ, ഓസിലേറ്റ് ചെയ്തുകൊണ്ടേ ഇരുന്നാൽ, അപ്പോൾ ആ പൾസുകൾ ഒരുപാട് തവണ ആ പൾസുകൾ രൂപപ്പെട്ടിട്ടാണ് നമ്മുടെ വേവ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു പിക്ചർ നമുക്കത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ഇവിടുത്തെ ഓസിലേറ്റർ ഇതാ നോക്കൂ, ഞാനിത് താഴോട്ടും മുകളിലോട്ടും ഓസിലേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നാൽ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വേവ് ഇതാ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇതിൻ്റെ ഓസിലേഷൻ ഇപ്പം ഞാൻ മുകളിലോട്ടാണല്ലോ അത് കൊണ്ടുപോയത്. എവിടുന്നാണ് കൊണ്ടുപോയത്? മീൻ പൊസിഷൻ ആണെങ്കിൽ SHM-ൻ്റെ ഇക്വേഷൻ എന്ത് ചെയ്യുന്നു? y = a sin ωt. അപ്പോൾ ഈ y = a sin ωt എന്ന് ഇവിടെ എഴുതിയ ഇക്വേഷൻ ആ പാർട്ടിക്കിളിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷനാണ്. അത് നമുക്കൊരു ആവശ്യമുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എഴുതിയത് കേട്ടോ. അപ്പോൾ ഞാനിത് എവിടുന്ന ഓസിലേറ്റ് ചെയ്തതിന് മീൻ പൊസിഷനാണ്, വേണമെങ്കിൽ ഇത് എക്സ്ട്രീം എന്നാക്കാം, അങ്ങനെയൊക്കെ വരാൻ പറ്റും. അപ്പോൾ മീൻ പൊസിഷൻ ഓസിലേറ്റ് ചെയ്തപ്പോൾ ആ പാർട്ടിക്കിളിൻ്റെ വേവിൻ്റെതല്ല,
പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ y ഈക്വൽ ടു ആരാണ് a sin omega t. അപ്പോൾ ഒരു കണ്ടിന്യൂസ് വേവ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. ഇതാണ് നമ്മളൊരു പിക്ചറിലൂടെ പ്രൊഡക്ഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് വേവ് കാണിക്കുന്നത്. ഇനി അടുത്തത് നമുക്ക് ഒരു കാര്യം കൂടെ അറിയാം. ഫേസ് ഡിഫറൻസ്, പാത്ത് ഡിഫറൻസ്, ടൈം ഡിഫറൻസ്. ഈ ഇക്വേഷൻ നമ്മൾ ഓസിലേഷനിൽ പറഞ്ഞതായതുകൊണ്ട് ഞാൻ നേരിട്ട് എഴുതാണ് ഇക്വേഷൻ. ഇവിടെ ഒന്ന് കൂടെ പറഞ്ഞു നോക്കാം. ഡെൽറ്റ ലാംഡ ഈക്വൽ ടു ലാംഡ ഇൻറ്റു ഡെൽറ്റ ഫൈ ബൈ 2π. ഇങ്ങനൊരു ഇക്വേഷൻ കണ്ടതാണ്. ഇനി അതേപോലെ വേണമെങ്കിൽ ഡെൽറ്റ ലാംഡ ഈക്വൽ ടു ലാംഡ ഇൻറ്റു ഡെൽറ്റ ടി ഡിവൈഡഡ് ബൈ ടി അങ്ങനെ എഴുതാം. അല്ലെങ്കിലോ വേറെ ഉള്ള രീതിയിലൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഡെൽറ്റ ഫൈ ഈക്വൽ ടു 2π ഇൻറ്റു ഡെൽറ്റ ടി ഡിവൈഡഡ് ബൈ ടി. ഇതിൽ ഡെൽറ്റ ലാംഡ എന്ന് പറഞ്ഞാൽ ആരാ? പാത്ത് ഡിഫറൻസ് ആണ്. ഡെൽറ്റ ടി ആരാ? ടൈം ഡിഫറൻസ് ആണ്. ഡെൽറ്റ ഫൈ എന്ന് പറയുന്നത് ഫേസ് ഡിഫറൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ ഒരു സിമ്പിൾ ഹാർമോണിക് വേവിൻ്റെ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യാൻ പോവാം. ആ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് എനിക്കറിയണം ഇക്വേഷൻ ഓഫ് എൻ എസ് എച്ച് എം ആരാണ്. ഇക്വേഷൻ ഓഫ് എൻ എസ് എച്ച് എം എന്ന് പറയുന്നത് എസ് എച്ച് എം ആണ് കേട്ടോ. എസ് എച്ച് ഡബ്ല്യു അല്ല നമ്മൾ പറയുന്നത്. ആദ്യം പറയുന്നത് ആരാ? ഇക്വേഷൻ ഓഫ് എൻ എസ് എച്ച് എം ആണ്. എസ് എച്ച് എമ്മിൻ്റെ ഇക്വേഷനിൽ നമുക്ക് കിട്ടുന്നത് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ പാർട്ടിക്കിൾ ആസ് എ ഫങ്ഷൻ ഓഫ് ടൈം ആണ്. എസ് എച്ച് എമ്മിൽ നമ്മൾ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത്? ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ പാർട്ടിക്കിൾ ആസ് എ ഫങ്ഷൻ ഓഫ് ടൈം. ആ ഇക്വേഷൻ ആയിരുന്നു y ഈക്വൽ ടു ആര്? a sin omega t. ആ മോഡലുള്ള ഇക്വേഷൻ വരുമ്പോൾ y എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആയിരുന്നു. ടൈമിനനുസരിച്ചിട്ടാണ് നമ്മളത് വന്നത്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഇതാണ്. ഇക്വേഷൻ ഓഫ് എ സിമ്പിൾ ഹാർമോണിക് വേവ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെയാണ്, പക്ഷേ വ്യത്യാസം മനസ്സിലായിക്കോളൂ. ഇക്വേഷൻ ഓഫ് എ എസ് എച്ച് ഡബ്ല്യു സിമ്പിൾ ഹാർമോണിക് വേവിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ പാർട്ടിക്കിൾ ആണ്. പക്ഷെ എന്താ വ്യത്യാസം? ആസ് എ ഫങ്ഷൻ ഓഫ് പൊസിഷൻ ആൻഡ് ടൈം ആണ്. ആസ് എ ഫങ്ഷൻ ഓഫ് പൊസിഷൻ ആൻഡ് ടൈം. ടൈമും പൊസിഷനും പറയണം. അപ്പൊ നമ്മൾ ഇതാണ് അതിലെ വ്യത്യാസം. ഇവിടെ ആരാ? ആസ് എ ഫങ്ഷൻ ഓഫ് ടൈം മാത്രമാണ്. ഇവിടെ ആരാ? ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ പാർട്ടിക്കിൾ ആസ് എ ഫങ്ഷൻ ഓഫ് പൊസിഷൻ ആൻഡ് ടൈം. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ ഇതിലെഴുതും എഫ് ഓഫ് എക്സ് കോമ ടി എന്ന്. ആ ഫങ്ഷൻ ഏതാണ്? എഫ് ഓഫ് എക്സ് കോമ ടി ആണ്. ഇവിടെയോ എഫ് ഓഫ് ടി മാത്രമാണ്. അപ്പോൾ ഇത് നമ്മൾ ചുരുക്കിയിട്ട് എഴുതുകയാണെങ്കിൽ ഇങ്ങനെ പറയാം. എസ് എച്ച് എമ്മിൽ നോക്കൂ. എസ് എച്ച് എമ്മിലാണെങ്കിൽ ഫങ്ഷൻ ഓഫ് ആരാ? ടൈം മാത്രമാണ്. എസ് എച്ച് ഡബ്ല്യു ആണെങ്കിലോ സിമ്പിൾ ഹാർമോണിക് വേവ് ആണെങ്കിൽ ഫങ്ഷൻ ഓഫ് എക്സ് കോമ ടി ആണ് വരുന്നത്. പൊസിഷനും ടൈമിൻ്റെയും ഒരു ഫങ്ഷൻ ആയിട്ടാണ് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഇക്വേഷൻ ഡെവലപ്പ് ചെയ്ത് നോക്കാം. ഈ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഇതാണ്. ഞാൻ ആ ഓസിലേറ്റർ ഇവിടുന്നാണ് തുടങ്ങിയത്. ഇവിടുന്നാണ് ഞാനത് ഓസിലേറ്റ് ചെയ്യിക്കാൻ തുടങ്ങിയതെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം? ഇങ്ങനെയാണ് തുടങ്ങിയത് കേട്ടോ. എന്നിട്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട്. ഞാനത് ഡോട്ട് ഇട്ടിട്ട് കാണിക്കുകയാണ്. അവിടുന്നാണ് തുടങ്ങിയതെങ്കിൽ y ഈക്വൽ ടു എന്താ വരിക? a sin omega t. കാരണം ഇത് ഏത് പൊസിഷനാണ്? മീൻ പൊസിഷൻ ആണ്. ഇനി പല പൊസിഷനിൽ തുടങ്ങാം, അതിനനുസരിച്ച് ഇക്വേഷൻസ് മാറും. അപ്പോൾ ഞാൻ ഇവിടുത്തെ പാർട്ടിക്കിളിന്റെ ഓസിലേഷൻ പറയുകയാണെങ്കിൽ ഇത് ഒറിജിനില്ല. അപ്പോൾ അതിന്റെ പൊസിഷൻ എവിടെയാണ്? ഒറിജിനാണ്. എക്സ് ഈക്വൽ ടു 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒറിജിനിലുള്ള പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? y ഈക്വൽ ടു a sin omega t എന്നാണ് വരിക. ആണല്ലോ? ആണ്. ഇത് നമ്മൾക്ക് അറിയാവുന്നതാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒരു വേവ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ ഉള്ള ഒരു പി എന്ന പോയിന്റിലെ പാർട്ടിക്കിളിനെ കൺസിഡർ ചെയ്തു. അപ്പോൾ ഒരു വേവ് ആദ്യം ഇവിടെ ഉള്ള പാർട്ടിക്കിൾസ് ഒക്കെ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്ത് ഇവിടെ വരും. അപ്പോഴാണ് അടുത്ത ആൾക്കാർ ഓസിലേറ്റ് ചെയ്യുന്നത്. അങ്ങനെ പോയിട്ട് നമ്മളെ പി എന്ന പോയിന്റിൽ ആള് കുറച്ച് കഴിഞ്ഞിട്ടേ ഓസിലേറ്റ് ചെയ്യുള്ളൂ. ഇതിൽ ആദ്യം ഓസിലേറ്റ് ചെയ്യാറാ ഇവൻ, പിന്നെ അടുത്ത ആൾ, പിന്നെ അടുത്ത ആൾ, പിന്നെ അടുത്ത ആൾ. അപ്പോൾ ആര് ഓസിലേഷൻ ലാഗ് ചെയ്യുന്നുണ്ട്? പിന്റെ ഓസിലേഷൻ ലാഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഒ എന്നെടുത്താൽ ഓയിലെ ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ എന്താ കിട്ടുക? y ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി എന്നാണ് വരിക. പക്ഷേ ഞാനിപ്പോൾ തൽക്കാലം ഈ ഒരു പി എന്ന പോയിന്റിലേക്ക് ഇവിടുന്ന് ഒ എന്ന പോയിന്റിൽ നിന്നുള്ള ദൂരം, ഒറിജിൻ എന്നുള്ള ദൂരം എത്ര എടുത്തു? എക്സ് എന്നെടുത്താൽ, അപ്പോൾ ഇവർ തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് നമുക്ക് കാണണം എന്ന് കരുതുക. പാത്ത് ഡിഫറൻസ് കാണണമെങ്കിൽ ഉള്ള ഇക്വേഷൻ നമുക്കറിയാലോ. ആരാ പാത്ത് ഡിഫറൻസിന്റെ ഇക്വേഷൻ? ഡെൽറ്റ ലാംഡ ഈക്വൽ ടു ലാംഡ ഇൻറ്റു ഡെൽറ്റ 5/2π. അങ്ങനെയുള്ള ഇക്വേഷൻ നമുക്കറിയാം. അല്ലെങ്കിൽ ടൈം ഡിഫറൻസിന്റെ ഇക്വേഷൻ നോക്കാം. അപ്പോൾ പാത്ത് ഡിഫറൻസ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അത് എക്സ് ആണ്. അപ്പോൾ ആ പാത്ത് ഡിഫറൻസിന്റെ ഇക്വേഷൻ എഴുതുമ്പോൾ നോക്കൂ, ഇവിടെ ഒന്ന് ഡെൽറ്റ ലാംഡ ഈക്വൽ ടു ലാംഡ ഇൻറ്റു ഡെൽറ്റ 5 ആരാണ്? 2π എന്നാണ് വരിക. അങ്ങനെയെങ്കിൽ ഇവിടെ നമുക്ക് ഡെൽറ്റ ലാംഡ എത്രയാ? എക്സ് ആണ്. പാത്ത് ഡിഫറൻസ് ഈ പോയിന്റും ഈ പോയിന്റും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് എക്സ് ആണ്. എക്സിലെ വ്യത്യാസമുണ്ട്. അപ്പോൾ എക്സ് ഇൻറ്റു 2π ഡിവൈഡഡ് ബൈ ലാംഡ. ഇതാണ് ആര് വരുന്നത്? ഫേസ് ഡിഫറൻസ് വരുന്നത്. ഇത്രയും ലാഗ് ചെയ്തിട്ടാണ് ആര് ഓസിലേറ്റ് ചെയ്യുന്നത്? പി. ഇത്രയും. അപ്പോൾ ഒരാൾ ഇവിടുന്ന് ഞാൻ തുടങ്ങി, അത് കഴിഞ്ഞിട്ട് അടുത്ത ആൾ വരുന്നത് ഓസിലേഷൻ. അപ്പോൾ ഇത്രയും ലാഗ് ചെയ്യുന്നുണ്ട്. എത്ര ലാഗ് ചെയ്യുന്നത്? എക്സ് ഇൻറ്റു 2π ബൈ ലാംഡ. ഈ 2π ബൈ ലാംഡ നമ്മൾ വിളിക്കും കെ എന്ന്. അപ്പോൾ നമുക്ക് ഫേസ് ഡിഫറൻസ് ഈക്വൽ ടു കെ എക്സ് എന്ന് കിട്ടും. അപ്പോൾ ലാഗ് ചെയ്യുന്നത് എത്രയാണ്? കെ എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, പി ലാഗ് ബൈ എത്രയാ ലാഗ് ചെയ്തത്? കെ എക്സ് ആണ്. അത് പാത്ത് ഡിഫറൻസിന്റെ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ അത് ഉണ്ടാക്കിയത്. അങ്ങനെയെങ്കിൽ പിന്റെ ഇക്വേഷൻ വരുന്നത് എന്തായിരുന്നു? ഓന്റെ ഓസിലേഷൻ y ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി. അതിലെ ഫേസ് ഡിഫറൻസ് എത്രയാ മാറ്റം വന്നത്? മൈനസ് കെ എക്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നല്ലോ എന്ത്? ഓസിലേഷനിൽ ഫേസ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ പല സമയത്തും y ഈക്വൽ എ സൈൻ ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് y അങ്ങനെ പറഞ്ഞ സമയത്ത് ആ ഫേസ് ഡിഫറൻസ് എത്രയാ വരുന്നത്? കെ എക്സ് ആണ്. അപ്പോൾ അവിടെ ലാഗ് ചെയ്യാണെന്നുള്ളത് കൊണ്ട് മൈനസും വന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഇക്വേഷൻസ് കിട്ടിയത് അല്ലേ? അപ്പോൾ നോക്കൂ, ഇക്വേഷൻ ഓഫ് എ എസ് എച്ച് ഡബ്ല്യൂന് ശ്രദ്ധിക്കേണ്ടത്, എസ് എച്ച് എമ്മിന്റെ ഇക്വേഷൻ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം, എസ് എച്ച് ഡബ്ല്യുവിന്റെ ഇക്വേഷൻ ഈസ് എ ഫംഗ്ഷൻ ഓഫ് പൊസിഷൻ ആൻഡ് ടൈം. ഇനി ഞാൻ രണ്ട് പോയിന്റുകൾ എടുത്തു, ഒയും പിയും. ഒ എന്ന് പറഞ്ഞാൽ ഒറിജിൻ ആയതുകൊണ്ട് y ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി ആണ് വരിക. ഇനി നമ്മൾ ഓസിലേഷനിലെ തന്നെ ഫേസ് ഡിഫറൻസിന്റെ ഇക്വേഷൻ നോക്കിയാൽ മതി. ഫേസ് ഡിഫറൻസ് വരുന്ന സമയത്ത് y ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് 5 എന്നാണ് വരിക. അങ്ങനെ വരുമ്പോൾ പി എന്ന പോയിന്റിലോട്ടുള്ള പാത്ത് ഡിഫറൻസ് എക്സ് ആണെങ്കിൽ ഫേസ് ഡിഫറൻസ് കെ എക്സ് ആണ്. ഈ ഇക്വേഷൻ ആണ് നമ്മൾ കൊണ്ടുപോയത്. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഫേസ് ഡിഫറൻസ് കെ കിട്ടിയാൽ അതിന് പുറമെ പി എന്ന പോയിന്റ് ലാഗ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടും കൂടെ വൈൻ്റെ ഇക്വേഷൻ എന്താ കിട്ടുക? y ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി മൈനസ് കെ എക്സ് എന്നാണ് കിട്ടുക. ഓക്കെ.